നമ്മുടെ ബാബുവിനെ കാണുന്നില്ല. അവൻ എന്ത് പറ്റി? ഞാൻ അവനെ കുറച്ച് രൂപ എടുക്കാൻ ബാങ്ക് വിട്ടതാ. ഈവനിങ് കൗണ്ടറിൽ ഇതുവരെ എത്തിയില്ല. പേടിച്ചു പോയല്ലോ. അവനിങ്ങി വരും. അങ്ങനെയല്ലടാ, അവൻ പോയിട്ട് 2-3 മണിക്കൂർ കഴിഞ്ഞു. അവൻ ഇങ്ങനെ താമസിക്കാറുള്ളതല്ല. തന്നെയുമല്ലതാ, ഈ വീട്ടിൽ എന്തോ കുഴപ്പമുണ്ട്. കാവലിരുന്ന പോലീസുകാരെ കാണുന്നില്ല, ഡ്രൈവർമാരെ കാണുന്നില്ല, അടുക്കളക്കാരെയും കാണുന്നില്ല. ഈ വീട്ടിലാകെ നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. ലക്ഷ്മി, ഐജിയെ വിളിക്കൂ. ബെല്ലടിക്കുന്നുണ്ട്, ആരും എടുക്കുന്നില്ല. റോങ് നമ്പർ ആയിരിക്കും. കട്ട് ചെയ്ത് ഒന്നുകൂടെ വിളിക്കൂ. ഹലോ ഹലോ, ഫോൺ വർക്ക് ചെയ്യുന്നില്ല. ആ പേഴ്സണൽ ഫോൺ എടുക്കൂ. ഹലോ ഹലോ, ജയന. എന്താ ചെയ്യാ? മഹി, നിനക്കെന്തോ കുഴപ്പം വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ബാബുവിനെ ആരോ ചിലർ ബലമായി കാറിൽ കയറ്റിക്കൊണ്ട്. എപ്പോ? 2 മണിക്കൂർ മുമ്പ്. എന്റെ ആളുകൾ കണ്ടതാണ്. കഴിയുന്നതും വേഗം അവിടുന്ന് നീ രക്ഷപ്പെടണം. ആരോ നിന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് പോര്. ഇവിടുന്ന് നമുക്ക്. ഹലോ 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 ഹലോ. ഇതും കട്ടായി. ആരോ കട്ട് ചെയ്തു. കാര്യങ്ങളെല്ലാം നമ്മൾ ഊഹിച്ചതുപോലെ തന്നെ. നമ്മുടെ സർവ്വ സാധനങ്ങളും പാക്ക് ചെയ്യും. മഹിയും ലക്ഷ്മിയും വന്നാലുടൻ അവരെയും കൂട്ടി നമുക്ക് സ്ഥലം വിടണം. ബാബുവിനെ ഏർപ്പിടിച്ച സ്ത്രീക്ക് ഈ സ്ഥലവും അവരറിഞ്ഞാണ്. നമ്മളിനി എങ്ങോട്ട് പോകും? ചന്ദ്രന്റെ അടുത്തേക്ക്.